അൽലുഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിത് അല്ലുമോൻ്റെ ഊഞ്ഞാലിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെന്താണ്, നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, അടിച്ചു പൊളിച്ചു, ആഘോഷിച്ചു, എല്ലാവരും വീഡിയോസൊക്കെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ചമ്മന്തിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറേ തരം ചമ്മന്തി ഉണ്ടല്ലേ. അപ്പോൾ ഞാനൊരു വെറൈറ്റി ചമ്മന്തി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, ഈ ഒരു ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി, അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തട്ടിക്കൂട്ട് പാചകങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇവിടെ ഞാൻ കുറേ ചമ്മന്തി പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു ചമ്മന്തി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തരാം. ഇത് വളരെ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തക്കാളി കറി ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ചമ്മന്തി ഇട്ടാൽ തന്നെ ചോറൊക്കെ വേഗം തന്നെ കഴിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് വേഗം നോക്കിയാലോ. ഈ ഒരു ചമ്മന്തിക്കായി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 12ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 7ഓ 8ഓ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് മുളകാണ്. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തത്. സാധാരണ പച്ച കളറുള്ളതല്ല, ഈ ഒരു വെള്ള അടിക്കുന്ന കളറുള്ളതാണ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന മുളകില്ല, പച്ചമുളക്, അത് ഉപയോഗിക്കാം. കാന്താരി മുളകാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു മുളകിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ ഈ രണ്ട് എരിവും കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് ചമ്മന്തിക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് വാളൻ പുളിയാണ്. ഇതാ ഈ ഒരു സൈസിലുള്ള അത്രയും എടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കണ്ട. ഇപ്പം ഞാൻ കാണിക്കുന്ന അത്രയും എടുത്താൽ മതി. ഒരു 3-4 കുരു കിട്ടുന്ന പോലത്തെ അത്രയും അളവിലെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ചമ്മന്തിയിലുള്ള ഒരു പുളിപ്പ് രസമൊക്കെ ബാലൻസ് ചെയ്യാനുള്ള അത്രയും ഉപ്പ് വേണം. ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ ചെറിയുള്ളി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാന്താരി മുളകും പുളിയും ഉപ്പും, പിന്നെ അതുകൂടാതെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ടണ്ടടേ. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലൊരു വാഴയില എടുത്തിട്ടുണ്ട്, അതിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറിനൊക്കെ കറിയൊന്നും തികഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ് മുഴുവനായിട്ട് നമുക്ക് തിന്നാൻ കഴിയും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ് അല്ലേ. നമുക്ക് ടപ്പേന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആൾക്ക് രാവിലത്തെ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പല കറികളും. അപ്പോൾ ഇങ്ങനെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് പോകുമ്പം ടേസ്റ്റിയുമാണ്, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയും ഞാൻ പല വെറൈറ്റി വീഡിയോസും കൊണ്ടുവരും. കുക്കിംഗ് വീഡിയോസും കുട്ടികൾക്കുള്ള വീഡിയോസും അമ്മമാർക്കും അച്ഛന്മാർക്കും മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന പല പല വീഡിയോസുമായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും, പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.